ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. നമുക്കറിയാം ഇറ്റ്സ് ആൾസോ എ കെമിക്കൽ ഓർഗാനിക് ഇൻ്റർമീഡിയറ്റ്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആ ഫ്രീ റാഡിക്കൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഫ്രീ റാഡിക്കൽസിൽ ഇറ്റ്സ് എൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഹാവിങ് എൻ അൺപെയർഡ് ഇലക്ട്രോൺ. അതായത് ഒരു അൺപെയർ ഇലക്ട്രോൺ ഉള്ളതിനാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഡ് ഇലക്ട്രോൺസ് നമുക്കറിയാം, ഒരു അൺപെയർ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോൺ കൂടുമ്പോഴാണ് പെയർ ആവുന്നത്. അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ ആകുമ്പോൾ അതെന്താണ്, ഇറ്റ്സ് എൻ ഓഡ് ഇലക്ട്രോൺ. അപ്പോൾ അത് ന്യൂട്രലാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഒന്നുമില്ല. നേരത്തെ നമ്മൾ കാർബോ കാറ്റയോണും കാർബോ ആനിയോണാണ് പറഞ്ഞത്. അതെന്തായിരുന്നു, കാർബോ കാറ്റയൻ്റെ കേസിൽ പോസിറ്റീവും കാർബോ ആനിയൻ്റെ കേസിൽ നെഗറ്റീവ് ചാർജ് ആയിരുന്നു. എന്നാൽ ഫ്രീ റാഡിക്കൽസ് ന്യൂട്രലാണ്. അതുപോലെ ഹൈലി റിയാക്റ്റീവാണ്. അതുപോലെ ഇവിടെ നമുക്കറിയാം, നമ്മൾ നേരത്തെ രണ്ട് ടൈപ്പ് ക്ലീവേജ് പറഞ്ഞിരുന്നു, ഹോമോലൈറ്റിക്കും ഹെട്രോലൈറ്റിക്കും. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിരുന്നു ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ഫ്രീ റാഡിക്കൽ മെയിനായിട്ട് ഫോം ചെയ്യുന്ന ഹോമോലൈറ്റിക് ക്ലീവേജ് ആണ് നടക്കുന്നത്. ഹോമോലൈറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് രണ്ടും എന്ത് ചെയ്യാണ്, ഇപ്പോൾ ക്ലോറിൻ മോളിക്യൂൾസ് അതിനെന്ത് ചെയ്യും, ഒരു ക്ലോറിന് ഒരു ഇലക്ട്രോണും കിട്ടും, മറ്റേ ക്ലോറിന് ഒരു ഇലക്ട്രോണും കിട്ടും. കാരണം നടുക്കാണ് എന്ത് ചെയ്യുന്നത്, അത് ഈക്വലി എന്ത് ചെയ്യാണ്, ക്ലീവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 1-1 ആയിട്ട് കിട്ടും അല്ലേ. നമ്മൾ ആ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതായിരുന്നു, ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഹാവിങ് എൻ അൺപെയർ ഇലക്ട്രോൺ. അതുപോലെ ന്യൂട്രലാണ്, ഷോർട്ട് ലിവ്ഡ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അതുപോലെ ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഹോമോലൈറ്റിക് ക്ലീവേജ് ആണ്. ഹോമോലൈറ്റിക് ക്ലീവേജ് ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ മോളിക്യൂൾസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എൻ ഓഡ് ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, പാരാമാഗ്നറ്റിക് ഇൻ നേച്ചറാണ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് Cl റാഡിക്കലാണ്. അതേപോലെ അതായത് ക്ലോറിൻ റാഡിക്കൽ എന്ന് പറയും. പിന്നെ മീഥൈൽ റാഡിക്കൽ, അതേപോലെ ടേർഷ്യറി ബ്യൂട്ടൈൽ റാഡിക്കൽ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലോറിൻ റാഡിക്കലും അതുപോലെ ടേർഷ്യറി ബ്യൂട്ടൈൽ റാഡിക്കലുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് ഫോമേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വണ്ണാണ് ഫോട്ടോ കെമിക്കൽ ഹോമോലൈസിസ് ആണ്. ഫോട്ടോ കെമിക്കൽ ഹോമോലൈസിസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ക്ലോറിൻ മോളിക്യൂളാണ്, ക്ലോറിൻ Cl2 ആണ് അല്ലേ. ഇപ്പോൾ രണ്ട് ക്ലോറിൻ ഉണ്ട്, രണ്ട് ക്ലോറിൻ എന്തുണ്ട്, ഒരു ക്ലോറിന് 7 ഇലക്ട്രോണും ഓക്കെ, മറ്റേ ക്ലോറിന് 7 ഇലക്ട്രോൺസും. അപ്പോൾ രണ്ട് ഇലക്ട്രോൺസിൻ്റെ ഇപ്പോൾ ഒരു ക്ലോറിൻ്റെ 7ഉം മറ്റേ ക്ലോറിന് 7ഉം ആണ് അറിയുക. അപ്പോൾ അവർ ഒരു ഇലക്ട്രോൺ അവിടെ നിന്നും ഒരു ഇലക്ട്രോൺ ക്ലോറിൻ്റെതും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, രണ്ടിലും എന്ത് ചെയ്യും, ഈക്വലായിട്ട് എന്ത് ചെയ്യും, ആ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറയുമ്പോൾ അവിടെ 2 ഇലക്ട്രോൺ ഉണ്ട് ഇല്ലേ. അപ്പോൾ ഈക്വലായിട്ട് ഒരു ഇലക്ട്രോൺ ഒരു ക്ലോറിനിലേക്കും മറ്റേ ഇലക്ട്രോൺ മറ്റേ ക്ലോറിനിലേക്കും പോവും. അപ്പോൾ എന്ത് കിട്ടും, ക്ലോറിൻ റാഡിക്കൽ ഫോം ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ഇവിടെ 2 ക്ലോറിൻ ആറ്റമാണുള്ളത്. അപ്പോൾ അതായത് ക്ലോറിൻ മോളിക്യൂളാണ്. നമുക്കറിയാം ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ആണ്. അതായത് ഇതിൽ ഒരു ക്ലോറിൻ ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു, മറ്റേ ക്ലോറിൻ മറ്റൊരു ഇലക്ട്രോൺ കൂടെ കൊടുക്കുന്നു. അപ്പോൾ ആ 2 ഇലക്ട്രോൺ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ബോണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴും എന്തുണ്ടാവുന്നുണ്ട്, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതിലേക്ക് തിരിച്ച് ഹോമോലൈറ്റിക് ക്ലീവേജ് ആയതുകൊണ്ട് തന്നെ രണ്ടും ഈക്വലായിട്ടാണ് അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്, കട്ടായി പോകുന്നത്, ബ്രേക്കേജ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, 1 ഇലക്ട്രോൺ ഒരു ക്ലോറിനിലേക്കും 1 ഇലക്ട്രോൺ മറ്റേ ക്ലോറിനിലേക്കും പോകും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് തെർമൽ ഹോമോലൈസിസ് ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് തെർമലാണ്, അതായത് ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ടാണ്, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന കേസുകളിലാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു നിങ്ങൾക്കറിയാം മറ്റ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആയിരുന്നു. തെർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഹീറ്റ് അതിന് നടക്കുന്നതാണ്. അവിടെ ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവും, അവിടെ ഹീറ്റാണ്, നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ അസോമീഥെയിനാണ്. അസോമീഥെയിൻ നമുക്കറിയാം CH3N ഡബിൾ ബോണ്ട് NCH3. ഇവിടെ CH3N എന്നുള്ളതിന് ഒരു ബോണ്ടില്ല, CH3 ബോണ്ട് N. ആ ബോണ്ട് എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു CH3 റാഡിക്കൽ ഫോം ചെയ്യും. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും, N, ഈ 2 Nഉം കൂടെ ഉണ്ടാവും. N ഡബിൾ ബോണ്ട് N എന്തായിട്ട് മാറും, N2 ഫോം ചെയ്യും.
അതുപോലെ മറ്റേ സൈഡിൽ CH3 ഉണ്ട് ഇല്ലേ, 2 CH3 ഉണ്ട്. ഒരു CH3 എന്ത് ചെയ്തു, റാഡിക്കൽ ഫോം ചെയ്തു. അതേപോലെ തന്നെ ആ മറ്റേ CH3N, മറ്റേ സൈഡ് നോക്കാം, ലെഫ്റ്റ് സൈഡ് നോക്കാം, CH3 എന്നുണ്ടാവും. അപ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്തുണ്ടാവും, CH3 റാഡിക്കൽ ഫോം ചെയ്യും. അപ്പോൾ 2 CH3 റാഡിക്കലാണ് ഇവിടെ ഫോം ചെയ്യുന്നതാണ് 2CH3 റാഡിക്കൽ, അതായത് മീഥൈൽ റാഡിക്കൽ ഫോം ചെയ്യുന്നു. ഇവിടെ 2 എണ്ണം ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ ഫോർമേഷൻ മെത്തേഡാണ് എന്ത്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ എ കാർബോകാറ്റയോൺ ഓർ ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ എ കാർബാനിയോൺ. അപ്പോൾ ഇങ്ങനെയും ഫോം ചെയ്യുക. കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ കാർബൺ ക്യാരിങ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതൊരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും, CH3 റാഡിക്കൽ ഫോം ചെയ്യും. അതുപോലെ ഒരു കാർബാനിയോൺ, അതായത് മീഥൈൽ ആനിയോൺ ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, മീഥൈൽ റാഡിക്കൽ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഫോർമേഷൻ. 3 മെത്തേഡാണ്, ഫോട്ടോ കെമിക്കൽ ഹോമോലൈസിസും അതുപോലെ തെർമൽ ഹോമോലൈസിസും പിന്നെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ എ കാർബോകാറ്റയോൺ ഓർ ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ എ കാർബാനിയോൺ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കലിൻ്റെ ഹൈബ്രിഡൈസേഷനും സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഒരു കാർബണിൽ എന്തുണ്ട്, ഒരു ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന ആ ഫ്രീ റാഡിക്കലുള്ള കാർബണിന് എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണുള്ളത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പ്ലനാർ ട്രയാങ്കുലർ സ്ട്രക്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ നോക്കി അറിയാൻ പറ്റും. ഇതിൽ കാർബൺ ഉണ്ട്, കാർബണിൽ ഒരു അൺപെയർ ഇലക്ട്രോൺ, ഒരു p ഓർബിറ്റിൽ അൺപെയർ ഇലക്ട്രോൺ ഉണ്ട്. അത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതെന്ത് ചെയ്യും, അബോവ് ദ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റിൽ എന്തായിട്ട് നിൽക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്ലനാർ ട്രയാങ്കുലർ സ്ട്രക്ചറില്ലേ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്, അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷനാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്ലനാർ ട്രയാങ്കുലർ സ്ട്രക്ചറാണ്. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി പറയാം. നെക്സ്റ്റ് നമ്മൾ സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയാൻ വന്നപ്പോൾ ജനറൽ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ടേർഷ്യറി ആണ് ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ ടേർഷ്യറി നമ്മൾ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടേർഷ്യറി ബ്യൂട്ടൈൽ റാഡിക്കലും പിന്നെ ഐസോപ്രോപ്പൈൽ റാഡിക്കൽ. ഐസോപ്രോപ്പൈൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ് അവിടെ ഉള്ളത്. പിന്നെ എന്താണ്, പ്രൈമറി ആണ്, അതായത് ഈഥൈൽ റാഡിക്കൽ പിന്നെ മീഥൈൽ റാഡിക്കൽ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ടേർഷ്യറി ആണ്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ മീഥൈൽ റാഡിക്കൽസ്. അപ്പോൾ ഇതിലെ സ്റ്റെബിലിറ്റി മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വഴിയാണ്. അതായത് നമുക്ക് ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്ന ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ കൂടും. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും സ്റ്റെബിലിറ്റിയും കൂടും. അപ്പോൾ നമ്മുടെ ഈ ആൽഫ ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഈ ഫ്രീ റാഡിക്കൽ ക്യാരി ചെയ്തിട്ടുള്ള കാർബണിന് തൊട്ടടുത്തുള്ള കാർബൺ എന്ത് ചെയ്യുക, കാർബണിൽ ഹൈഡ്രജൻ കൂടുമ്പോൾ അതായത് അതിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. അതായത് ഫ്രീ റാഡിക്കൽ ക്യാരി ചെയ്തിട്ടുള്ള തൊട്ടടുത്തുള്ള കാർബൺ അതെന്തുണ്ടാവുന്ന ഹൈഡ്രജൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കൂടും, ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ കൂടും. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി കൂടും. അതുകൊണ്ടാണ് ടേർഷ്യറിക്ക് കൂടുതൽ, പിന്നെ ഐസോപ്രോപ്പൈലിന്, പിന്നെ ഈഥൈൽ റാഡിക്കൽ, പിന്നെ മീഥൈൽ റാഡിക്കലിന് കൂടുതലാവാനുള്ള കാരണം അവിടെ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇവർക്കാണ് കൂടുതൽ. നമുക്കറിയാം ടേർഷ്യറി ബ്യൂട്ടൈൽ റാഡിക്കലിന് ഏകദേശം 9 എന്തുണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട് ഇല്ലേ. അതേമാതിരി ഐസോപ്രോപ്പൈലിനാണെങ്കിൽ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഈഥൈലാണെങ്കിൽ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഓർഡറിലാണ് വരുന്നത്. ആൽഫ ഹൈഡ്രജൻ കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. അതേപോലെ ഇനി പറയാനുള്ളത് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെബിലിറ്റി കൂടും. നമ്മൾ സിമ്പിൾ ആൽക്കിൽ ഫ്രീ റാഡിക്കൽ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കും ആർക്ക്, നമ്മുടെ റെസൊണൻസ് സ്റ്റെബിലൈസേഷനുള്ള മോളിക്യൂൾസിന്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലൈൽ റാഡിക്കൽസ് ആണ്. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 ഫ്രീ ഒരു ഡോട്ട് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലൈൽ റാഡിക്കൽസ് ആണ്. അല്ലൈൽ റാഡിക്കൽസ് നമുക്കറിയാം ഇറ്റ്സ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, അതിൻ്റെ 2 ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2 റാഡിക്കലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വേറെ ഒന്നാണ് CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്കറിയാം ആ ഡബിൾ ബോണ്ട് ഇല്ലേ, CH2 ഡബിൾ ബോണ്ട് CH എന്നുള്ള ഡബിൾ ബോണ്ട് അവിടെ എന്ത് ചെയ്യണം, ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കുന്നു. അപ്പോൾ ഈക്വലായിട്ട് അതിൽ ഒരു ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യാണ്.
ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഒരു ഇലക്ട്രോൺ CH2ലേക്ക് പോകുന്നു, ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു, CHലേക്ക് പോകുന്നു. അപ്പോൾ ഈ CHലേക്കുള്ള ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. അതുപോലെ തൊട്ടടുത്തുള്ള CH2 റാഡിക്കൽ ഇല്ലേ, അവിടെ ഒരു ഇലക്ട്രോൺ കാണുന്നുണ്ട്, നിങ്ങൾ ഡോട്ട് ചിഹ്നം ഉണ്ടാവും, അതാണ് നമ്മുടെ ഇലക്ട്രോൺസ്. അപ്പോൾ CH2ലെ ഇലക്ട്രോണും ആ 2 ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അടുത്ത റെസൊണൻസ് സ്റ്റെബിലൈസേഷനിലെ അടുത്ത സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് സ്ട്രക്ചർ നോക്കാം. റൈറ്റ് സൈഡിലുള്ള CH2 ഡബിൾ ബോണ്ട് CH ഒരു ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഇതിലെന്ത് ചെയ്യും, CH2 ഡബിൾ ബോണ്ട് CH എന്നുള്ള ആ ഒരു ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും, ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് 2 ഇലക്ട്രോൺസ് ആണ് ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ CH2ലേക്ക് പോകും, അത് ഫ്രീ റാഡിക്കലായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അടുത്ത് ഒരു ഇലക്ട്രോൺ പോകുന്നത് CHലേക്കാണ്. ഈ CHലെ ഇലക്ട്രോണും അതിൻ്റെ തൊട്ടടുത്തുള്ള CH2 എന്നുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ ആ രണ്ടും കൂടെ എന്ത് ചെയ്യും, അവർ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, CH2 ഫ്രീ റാഡിക്കൽ ഡബിൾ ബോണ്ട് CH2 എന്ന് വന്നു. ഇനി അതിൻ്റെ അതുപോലെ ഇനി പറയാനുള്ളത് ബെൻസൈൽ റാഡിക്കൽ ഈസ് എ റെസൊണൻസ് സ്റ്റെബിലൈസർ ത്രൂ ഡീലോക്കലൈസേഷൻ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഓവർ അരോമാറ്റിക് റിംഗ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് സല്ലൈൻ റാഡിക്കലിൻ്റെ C6H5CH2 റാഡിക്കൽ എന്ന് പറഞ്ഞുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. അത് നമുക്കറിയാം റെസൊണൻസ് സ്റ്റെബിലൈസ് ആണ്. എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ CH2ലുള്ള റാഡിക്കൽ ഇല്ലേ, അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ CH2 റാഡിക്കൽ, ആ റാഡിക്കൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ തൊട്ടടുത്തുള്ള അരോമാറ്റിക് റിങ്ങിൽ മൊത്തം എന്ത് ചെയ്യുന്നു, അത് ഡീലോക്കലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇവിടെ ബെൻസൈൽ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ C6H5CH2 റാഡിക്കലാണ്. ആ CH2 റാഡിക്കൽ ഫ്രീ ഇലക്ട്രോൺസ്, അതായത് അൺപെയർ ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള C6H5 എന്നുള്ള അരോമാറ്റിക് റിങ്ങിലേക്ക് എന്ത് ചെയ്യും, ഡീലോക്കലൈസ് ചെയ്യും. അങ്ങനെ ഒരുപാട് റെസൊണൻസ് സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. 5 റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇനി ഫീനൈൽ റിങ് കൂടുന്നതിനനുസരിച്ച് C6H5ൻ്റെ ആ റിങ് കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, അത്രയും റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് അത്രയും ഡീലോക്കലൈസേഷൻ ഓഫ് അൺപെയർ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ സ്റ്റേബിൾ കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം, ടേർഷ്യറി, സെക്കൻഡറി, പ്രൈമറി, ആ ഓർഡറിൽ നമുക്കറിയായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ എന്താണ് ഈ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാണിക്കുന്ന അതാണെങ്കിൽ ഫ്രീ റാഡിക്കലിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാവും. പിന്നെ പറയുന്നത് ബെൻസൈൽ റാഡിക്കലിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്, കാരണം റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട്, ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നു. അതുപോലെ ഫീനൈൽ റിങ് കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബെൻസൈൽ റാഡിക്കലാണ് ഫസ്റ്റ് കൊടുത്തുള്ളത് C6H5CH2 റാഡിക്കൽ. അതെന്താണ്, സ്റ്റെബിലിറ്റി കുറവാണ്, കാരണം അവിടെ ഒരു ഫീനൈൽ റിങ്ങേ ഉള്ളൂ. അതിന് തൊട്ടടുത്തുള്ളത് ഡൈഫീനൈൽ മീഥൈൽ റാഡിക്കലാണ്, അവിടെ 2 ഫീനൈൽ റിങ് ഉണ്ട്. പിന്നെ ഉള്ളത് ട്രൈഫീനൈൽ മീഥൈൽ റാഡിക്കലാണ്, കാരണം അവിടെ 3 ഫീനൈൽ റിങ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഉള്ളത് 3 ഫീനൈൽ റിങ്ങുള്ള ഫ്രീ റാഡിക്കലിനാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. നമുക്കറിയാം, നമ്മൾ ഓർഗാനിക് റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, അങ്ങനെ ഒരുപാട് പറഞ്ഞു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമുക്കറിയാം ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്കിവിടെ പഠിക്കുകയാണ് അതിൻ്റെ ഡെഫിനേഷനും ഒരു എക്സാമ്പിളാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയാക്ഷൻ ഇൻ വിച്ച് an atom or group in an organic molecule is replaced or substituted by another atom or group without any change in the remaining part of the molecule. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം, Y+RX. അവിടെ എന്ത് ചെയ്യും, എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആര് വരുന്നു, ഒരു Y എന്ന് വന്നു അല്ലേ, YR എന്ന് കിട്ടി പ്രൊഡക്റ്റിൽ. അതായത് ഒരു ഇറ്റ് ഈസ് എൻ റിയാക്ഷൻ. അതായത് ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരാൾ വരിക. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചില ടീച്ചേഴ്സ് ഇപ്പോൾ ആണ് ക്ലാസ് എടുക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് എവർ ഒരു മിസ്സാണ് എടുക്കുന്നതെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ ആൾ എടുക്കുന്ന കേസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നടക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് വേറൊരു ആറ്റം വരും അല്ലെങ്കിൽ ഗ്രൂപ്പ് വന്ന് അവിടെ നിൽക്കുക. ആ ഒരു പ്ലേസാണ്, ആ റിയാക്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതിനൊന്നും ഒരു ചേഞ്ച് വരില്ല, ആ ഒരു ആറ്റം മാത്രമേ അവിടെ മാറുന്നുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള
മീഥിൽ ബ്രോമൈഡ് പ്ലസ് OH മൈനസ് എന്ത് കിട്ടുന്നു? അവിടെ ബ്രോമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആര് റീപ്ലേസ് ചെയ്യുന്നു? നമ്മുടെ OH ഗ്രൂപ്പ് വന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? CH3OH, അതായത് മെഥനോൾ പ്ലസ് Br മൈനസ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഏലുണ്ട് എന്താണ്? ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ആരെ? ഒരു ആറ്റത്തിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേറൊരു ആറ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് രണ്ടാമത്തെ റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആഡ് ആണ്. അതായത് ഈ റിയാക്ഷൻ ഇൻ വിച്ച് ടു റിയാക്ടിങ് മോളിക്യൂൾസ് ഫുള്ളി കമ്പൈൻ ടു ഗിവ് എ സിംഗിൾ പ്രൊഡക്റ്റ് മോളിക്യൂൾ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ ഒരു ഈഥീൻ എടുത്തു അല്ലെങ്കിൽ എഥിലീൻ എടുത്തു നമ്മൾ. ഇവിടെ പ്ലസ് HCl ആണ്. അപ്പോൾ ഇതിലെ HCl ഇവിടെ ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, പകരം ഈ HCl എന്നുള്ളത് ആ എഥിലീൻ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറി? CH2Cl. ഇവിടെ നമുക്കറിയാം രണ്ടും ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് ഏതിലേക്ക് വേണമെങ്കിലും ഹൈഡ്രജനെയും ക്ലോറിനെയും മാറ്റാം. അപ്പോൾ ഇതിൽ ഒരു CH2 ഒരു ഇതിലേക്ക് കാർബണിലേക്ക് ഹൈഡ്രജനും പോയി, മറ്റേ കാർബണിലേക്ക് എന്തും പോയി? ക്ലോറിനും പോയി. അപ്പോൾ അതാണ് ഇവിടുത്തെ റിയാക്ഷൻ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? പ്രൊഡക്റ്റ് ഈഥൈൽ ക്ലോറൈഡ് എന്ന് കിട്ടി. ഇനി വേറെ റിയാക്ഷൻ നമുക്ക് CH3COCH3, അതായത് അസിറ്റോൺ എന്ന് കൊടുക്കുകയാണ് പ്ലസ് HCN ചെയ്താൽ നമുക്കറിയാം ഈ സിയിലെ HCN ആണ്. എച്ചിലെ ഒരു H എവിടേക്ക് പോകും? ഓൻ്റെ ഭാഗത്തേക്ക് OH എന്നാവും. എന്നിട്ട് സീൻ്റെ വേറൊരു ഭാഗത്തേക്ക് എന്ത് പോകും? CN എന്ന് വരും. അതായത് അസിറ്റോൺ സയൻ ഹൈഡ്രൈൻ എന്ന് കൊടുക്കാം. അപ്പോൾ ആ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എഥിലീൻ പ്ലസ് HCl ഗിവ്സ് CH3CH2Cl. അതായത് എല്ലാ അഡീഷൻ റിയാക്ഷനും നമ്മൾ നോർമലി കാണുന്ന അഡീഷൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണിത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ റിയാക്ഷനാണ് എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എലിമിനേറ്റഡ് ബൈ ഡിഫറെൻറ്റ് ആൻഡ് ഫോം അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾസ്. അതായത് ഇവിടെ ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് ആറ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പോ, ഇപ്പോൾ നമ്മൾ സെയിം കാർബണിലുള്ള അല്ലെങ്കിൽ സെയിം കാർബൺ തന്നെ ആവണമെന്നില്ല, ഡിഫറെൻറ്റ് കാർബൺ എന്നാവാം. അതിലെ ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പിനെയോ എന്ത് ചെയ്യുക? അത് എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും? ഒരു അൺസാച്ചുറേഷൻ കിട്ടും ആ മോളിക്യൂൾസിൽ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് N-propyl bromide ആണ്. CH3CH2CH2Br. അതിന് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് KOHലാണെങ്കിൽ ഒരു പ്രസൻസ് നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് CH3CH2CH2 ആണ്. അതിൽ ഒരു CH2 ഹൈഡ്രജനും പോയി, മറ്റേ CH2 ബ്രോമിനും പോയി, അല്ലേ? CH3CH2CH2Br. അപ്പോൾ ഇവിടെ ഒരു 3 കാർബണാണുള്ളത്. അതിൽ ഒരു കാർബണിൽ ബ്രോമിൻ പോയി, അതിന് തൊട്ടടുത്തുള്ള കാർബണിൽ ഹൈഡ്രജനും പോയി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? CH3CH ഡബിൾ ബോണ്ട് CH2, അതായത് അൺസാച്ചുറേറ്റഡ് മോളിക്യൂളായിട്ട് മാറി. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തുള്ള സബ്സ്ട്രേറ്റിൽ എന്ത് ചെയ്യാണ്? ആ ഒരു രണ്ട് ആറ്റം അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പോ എന്ത് ചെയ്യാണ്? ഒന്നെങ്കിൽ സെയിം കാർബണിൽ നിന്ന് പോവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാർബണിൽ നിന്ന് പോകാം. അപ്പോൾ ഇവിടെ കേസിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് കാർബണിൽ പോയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് റിയാക്ഷനാണ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ റിയാക്ടൻ അണ്ടർഗോസ് എ റീഓർഗനൈസേഷൻ ഓഫ് ബോണ്ട്സ് and atom through migration of an atom or group from one position to another to give an isomeric product. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതായത് നമുക്കൊന്നുകൂടെ പറയാം. റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ സിംഗിൾ റിയാക്റ്റൻ്റ് അത് റീഓർഗനൈസേഷൻ നടക്കണം. അതിൻ്റെ ബോണ്ട്സിൽ റീഓർഗനൈസേഷൻ നടക്കുകയാണ്. അതിൽ നിന്ന് ആറ്റം എന്ത് ചെയ്യാണ്? മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ആറ്റം മാത്രമല്ല ഗ്രൂപ്പ് ആവാം, അത് മൈഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം വൺ പൊസിഷൻ ടു അനദർ. എന്നിട്ടൊരു ഐസോമറിക് പ്രൊഡക്റ്റ് കിട്ടും. ഇതാണ് നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സിംഗിൾ റിയാക്റ്റൻറ്റ് അത് റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നു? അതൊന്ന് അതിൻ്റെ ബോണ്ടൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്ത് റീഓർഗനൈസ് ചെയ്യുമ്പോൾ സമയത്ത് അതിൻ്റെ ഒരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പോ എന്ന് ചെയ്യാൻ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് മാറുന്നു, അതായത് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അങ്ങനത്തെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്നായിരിക്കും ഒരു ഐസോമറിക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. അതായത് റീഅറേഞ്ച് നടക്കുന്നു, ആ ഒരു റിയാക്റ്റൻറ്റിലുള്ള ഇത് റീഅറേഞ്ച് നടക്കുകയാണ്. അതാണ് നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ബ്യൂട്ടീനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ബ്യൂട്ടീനാണ് ഫസ്റ്റ് ഉള്ളത്. അതായത് 1 ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡബിൾ ബോണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ 1 ബ്യൂട്ടീനാണ്. അവിടെ നമ്മൾ റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് H+, അവിടെ H+
ആഡ് ചെയ്യാണ്. അപ്പോൾ ആ കേസുകളിൽ എന്ത് ചെയ്യും, ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ബ്യൂട്ടീനുള്ള എന്തായിട്ട് മാറി, 2-ബ്യൂട്ടീനായിട്ട് മാറി. അതായത് ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ, ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് മാറി, രണ്ടാമത്തെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് രണ്ടും ഐസോമറിക് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇവിടെ 1-ബ്യൂട്ടീനുള്ളത് എന്തായിട്ട് മാറി, 2-ബ്യൂട്ടീനായിട്ട് മാറി. ഇനി വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിയോപെൻറ്റൈൽ കാറ്റയോൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ 1 2 3 4 5 അല്ലേ, നിയോപെൻറ്റൈൽ കാറ്റയോൺ എന്നാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ ഇവിടെ CH2+ ഉണ്ട്, ഇവിടെ കാറ്റയോൺ ആണ്. ഇതിൽ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് എന്തായിട്ട് മാറുകയാണ്, ടെർഷ്യറി പെൻറ്റൈൽ കാറ്റയോൺ ആയിട്ട് മാറുന്നു. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് നമുക്കറിയാം C+ ഉള്ളത് നമ്മുടെ ഫസ്റ്റ് കാർബണിലായിരുന്നു, അതെങ്ങോട്ട് മാറി, നമ്മൾ മൂന്നാമത്തെ കാർബണിലേക്ക് മാറി. അപ്പോൾ മൂന്നാമത്തെ കാർബണിൽ അവിടെ ഉണ്ടായിരുന്നത്, അപ്പോൾ എങ്ങനെ മാറുന്നു നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഒരു Cയിൽ എന്തുണ്ടായിരുന്നു, 2 CH3 ഉണ്ടായിരുന്നു, മീഥിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു CH3 എന്ത് ചെയ്തു, അതിനെ തൊട്ടടുത്ത് ആ പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്തിട്ടുള്ള കാർബണിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, CH3 മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ CH3 ഇതിലേക്ക് വന്നു, ചെയിനിലേക്ക് വന്നു അല്ലേ, CH3 C+, CH2 CH3, പിന്നെ ആൾറെഡി ഉള്ള CH3. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു മൈഗ്രേഷൻ നിങ്ങൾക്കറിയാം. ഇവിടെ പോസിറ്റീവ് ചാർജ് രണ്ടാമത്തെ കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ കാർബണിലുള്ള മീഥിൽ ഗ്രൂപ്പ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് കാർബൺ ആയത് പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസോമറിക് പ്രൊഡക്റ്റാണ്. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോളിക്കുലർ ഫോമിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, അതിൻ്റെ സ്ട്രക്ചറൊക്കെ ചേഞ്ച് വരുന്നതാണ് നമ്മുടെ എന്ത് പറഞ്ഞത്, ഐസോമറിസ് എന്ന് പറഞ്ഞതിൽ. അപ്പോൾ ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നു, അതായത് ഒന്ന് റീഅറേഞ്ച് നടക്കുന്നു, എന്നിട്ടൊരു ഐസോമറിക് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്, അതായത് ഓക്സിഡേഷൻ, റിഡക്ഷൻ റിയാക്ഷൻസ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നെണ്ണേ പഠിക്കുന്നുള്ളൂ. അതായത് അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, റീഅറേഞ്ച്മെൻറ്റ്, 4 പഠിച്ചത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അഡീഷൻ എന്ന് പറയുമ്പോൾ അഡീഷനാണ് അവിടെ നടക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആറ്റം, വേറൊരു ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എലിമിനേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒന്നെങ്കിൽ സെയിം കാർബണോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാർബണോ എന്ത് ചെയ്യുന്നു, ഒരു എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഏതെങ്കിലും ഗ്രൂപ്പ് അല്ലെങ്കിൽ ആറ്റം എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ടൊരു അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾസ് കിട്ടാനുള്ള ചാൻസ് കൂടുന്നു. അതായത് അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾസ് ആണ് പിന്നെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിയാക്ഷൻസ്.